കേരള PSC HSM മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസിലെ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ സെറ്റ്. അപ്പോൾ ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് നോക്കാം. A real number L is a limit point of a set S if every neighborhood of L contains an infinite number of members of S. That is, for any neighborhood n of L, n intersection S is an infinite set. അതായത് നമുക്ക് എസ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റാണ് ഒരു റിയൽ നമ്പർ എൽ എന്ന് പറയണമെങ്കിൽ എല്ലിലെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എസ്സിലെ ഇൻഫൈനൈറ്റ് മെമ്പർ ഓഫ് എലമെൻറ്റ്സ് എല്ലിൻ്റെ നെയ്ബർഹുഡിലുണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റാണ് എൽ എന്ന് പറയണമെങ്കിൽ എല്ലിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നെയ്ബർഹുഡിൽ എസ്സിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നമുക്ക് പറയാം, നമുക്കിപ്പം ഞാൻ ജസ്റ്റ് ഇത് നമ്മളുടെ എസ് എന്ന് പറയുന്നൊരു സെറ്റാണ്. ഇവിടെയാണ് നമ്മൾ എൽ എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലിലെ ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡിൽ എന്നാണ് നെയ്ബർഹുഡ്, ആ നെയ്ബർഹുഡിൽ എസ്സിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം എസ്സും എന്നും ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പം അതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ലിമിറ്റ് പോയിൻറ്റിന്, അതായത് ലിമിറ്റ് പോയിൻറ്റിന് ഒരുപാട് പേരുകളുണ്ട്. ലിമിറ്റ് പോയിൻ്റ്, ക്ലസ്റ്റർ പോയിൻ്റ്, കണ്ടൻസേഷൻ പോയിൻ്റ്, അക്യുമുലേഷൻ പോയിൻ്റ്, ഇതൊക്കെ അതിൻ്റെ വേറെ വേറെ പേരുകളാണ്. ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കാം. എ റിയൽ നമ്പർ എൽ ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ സെറ്റ് എസ് if every neighborhood of L contains at least one member of S other than L. ഒരു റിയൽ നമ്പർ, അതായത് എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റാണ് എൽ എന്ന് പറയുന്ന റിയൽ നമ്പർ. അതിൻ്റെ കണ്ടീഷൻ എന്താ? എല്ലിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും അവിടെ എൽ അല്ലാത്ത എസ്സിലെ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റാണ് എൽ എന്ന് പറയണമെങ്കിൽ എല്ലിൻ്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും എൽ അല്ലാത്ത എസ്സിലെ മറ്റൊരു എലമെൻറ്റെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടായിരിക്കണം. അവിടെ കണ്ടീഷൻ ഇതാണ്. ശരിക്കും ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ് ഉണ്ടാവും എന്നാണ്. നമുക്ക് നോക്കാം. എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ സെറ്റ് മേ ഓർ മേ നോട്ട് ബി എ മെമ്പർ ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സെറ്റിൻ്റെ ഉള്ളിൽ കിടക്കാം, അല്ലെങ്കിൽ ആ സെറ്റിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഫൈനൈറ്റ് സെറ്റ് കനോട്ട് ഹാവ് എ ലിമിറ്റ് പോയിൻ്റ്. ഒരു ഫൈനൈറ്റ് സെറ്റിന് ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാവില്ല. കാരണം ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എടുത്തു. അപ്പോൾ 3യുടെ ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിൽ തന്നെ ആ എലമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. ആ എലമെൻ്റ് അല്ലാത്ത മറ്റൊരു എലമെൻറ്റ് ആ സെറ്റിൽ നിന്ന് അവിടെ ഉണ്ടോ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫൈനൈറ്റ് സെറ്റ് കനോട്ട് ഹാവ് എ ലിമിറ്റ് പോയിൻ്റ്. നെക്സ്റ്റ്, എ സെറ്റ് മേ ഹാവ് നോ ലിമിറ്റ് പോയിൻറ്റ്, യുണീക്ക് ലിമിറ്റ് പോയിൻറ്റ്, ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ്. അതായത് ഒരു സെറ്റിന് ഒന്നുകിൽ ഒരു ലിമിറ്റ് പോയിൻറ്റും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരൊറ്റ ലിമിറ്റ് പോയിൻറ്റേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവാം. ഇതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെറ്റിന് ഒന്നുകിൽ ഒരു ലിമിറ്റ് പോയിൻറ്റും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരൊറ്റ ലിമിറ്റ് പോയിൻറ്റേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, ഇനി ഡിറൈവ്ഡ് സെറ്റ് എന്താ നോക്കാം. The set of all limit points of a set S is called the derived set and is denoted by S prime. അതായത് നമുക്കൊരു സെറ്റ് എസ് ഉണ്ട്. ആ എസ്സിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ എല്ലാ സെറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ സെറ്റ് എസ്. ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് സെറ്റ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാസ് നോ ലിമിറ്റ് പോയിൻറ്റ്. ഐ മീൻസ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിന് ലിമിറ്റ് പോയിൻ്റ് ഒന്നുമില്ല. അതിനൊരു എക്സാമ്പിളല്ല, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെഡും ഇൻറ്റിജർ ആണല്ലോ, ഐയും ഇൻറ്റിജറാണ്, സെഡും ഇൻറ്റിജറാണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. എം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു, അതിൻ്റെ ഒരു നെയ്ബർഹുഡിനെ ഞാൻ കൺസിഡർ ചെയ്തു. m-1/2 m+1/2. നമ്മൾ
ഇത് എം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൽ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇൻ്റർവൽ കൺസിഡർ ചെയ്തു. ആ ഇൻ്റർവൽ കൺസിഡർ ചെയ്താൽ എം അല്ലാത്ത m+1 എന്ന് പറയുന്ന പോയിന്റ് തൊട്ടിപ്പുറത്തായിരിക്കും അല്ലേ. ഇവിടെ m-1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ നടുവിൽ ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവൽ കൺസിഡർ ചെയ്താൽ ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ എമ്മിൻ്റെ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ആ നെയ്ബർഹുഡിൽ എം അല്ലാത്ത മറ്റൊരു പോയിൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ്, ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എമ്മിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇല്ല. എമ്മിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എംപ്റ്റി സെറ്റാണ്, എമ്മിന് ലിമിറ്റ് പോയിൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ആ നെയ്ബർഹുഡിൽ മറ്റൊരു പോയിൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിജേഴ്സിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റാണ്. ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം, പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയോന്നൊരു ഡൗട്ട്. ഇവിടെ നമുക്ക് അത് നമ്പർ ലൈനാണ്. ഇവിടെ ഞാൻ എം എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ എനിക്ക് m+1 ഉണ്ട്, ഇൻഡിജറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത്. m-1 ഉണ്ട്. ഞാനിവിടെ ഒരു 1/2 ഡിസ്റ്റൻസിൽ ഞാനൊരു നെയ്ബർഹുഡിനെ കൺസിഡർ ചെയ്തു. ഇവിടെ m-1/2 ടു m+1/2. ഈ നെയ്ബർഹുഡിലെ എം അല്ലാത്ത മറ്റേതെങ്കിലും ഇൻഡിജർ ഉണ്ടോ? ഇല്ലല്ലോ. ശരിക്കും ഒരു സെറ്റിൻ്റെ നെയ്ബർഹുഡിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, ആ സെറ്റിലെ എലമെൻറ്റ്സ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എം ഒരു ലിമിറ്റ് പോയിൻ്റ് അല്ല. അപ്പോൾ ഏതൊരു ഇൻഡിജർ എടുത്തു കഴിഞ്ഞാലും ആ ഇൻഡിജർ ഒന്നും ലിമിറ്റ് പോയിൻറ്റ്സ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡിറൈവ്ഡ് സെറ്റ്, ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ, ഇൻഡിജേഴ്സിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. എവ്രി പോയിൻ്റ് ഓഫ് ആർ ഇസ് എ ലിമിറ്റ് പോയിൻ്റ്. ഇനി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു, അവിടെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കും. നമ്മളിപ്പം ഒരു റിയൽ നമ്പർ എടുത്തു, ആർ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുത്തു. നമ്മളിവിടെ r-1/2 r+1/2 എന്ന് പറയുന്ന ഒരു സ്മോൾ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ആറിൽ തന്നെ എലമെൻറ്റ്സ് അല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ സെറ്റ്, ഈ നമ്പർ ആർ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപിറ്റൽ ആർ റിയൽ നമ്പറിൻ്റെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ആർ എന്ന് പറയുന്ന ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് എ ലിമിറ്റ് പോയിൻ്റ്. സോ ഡിറൈവ്ഡ് സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത് ആർ ഇറ്റ് സെൽഫ് ആയിരിക്കും. r'=r. നെക്സ്റ്റ്, എവ്രി പോയിൻ്റ് ഓഫ് ദ സെറ്റ് ക്യൂ ഓഫ് റാഷണൽസ് ഈസ് എ ലിമിറ്റ് പോയിൻ്റ്. ഇനി റാഷണൽസിൻ്റെ സെറ്റ് എടുത്തു, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എടുത്തു. അതിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഇൻഡിജേഴ്സിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവില്ല. പിന്നെ നമ്മൾ പറഞ്ഞു റിയൽ നമ്പേഴ്സിന് ലിമിറ്റ് പോയിൻ്റ് ആകും. പിന്നെ നമ്മൾ പറഞ്ഞു റാഷണൽ, സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിലെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു ലിമിറ്റ് പോയിൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നോക്കാം. ബിറ്റ്വീൻ എനി ടു റാഷണൽസ് ദർ എക്സിസ്റ്റ് ഇൻഫൈനൈറ്റ്ലി മെനി റാഷണൽസ് അല്ലേ. ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സിനിടയ്ക്കും ഇഷ്ടംപോലെ ഇൻഫൈനൈറ്റ്ലി നമ്പർ ഓഫ് റാഷണൽസ് ഉണ്ട് നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി തിയറി അനുസരിച്ച് അല്ലേ. എവറി ഇറാഷണൽ നമ്പർ ഈസ് ഓൾസോ എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ക്യൂ. ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ക്യൂ എന്ന് പറയുന്ന എൻട്രി എടുത്തു. ഇവിടെ നമ്മളൊരു കുഞ്ഞ് ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻ്റർവെൽ q-1/2 q+1/2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിൻ്റെ നെയ്ബർഹുഡിൽ റാഷണൽ നമ്പറായിട്ട് തന്നെ ഇൻഫൈനൈറ്റ് മെനി എലമെൻറ്റ്സ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. കാരണം എന്താ, രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പറിൻ്റെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണ്. ഇനി എവറി ഇറാഷണൽ നമ്പർ ഈസ് ഓൾസോ എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ക്യൂ. ഇനി സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് ആരും വരും, ഇറാഷണൽ നമ്പറും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു രണ്ട് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയിലും ഏതൊരു രണ്ട് ഇവിടെ ഒരു ഇറാഷണൽ നമ്പർ ഉണ്ട്, ഇവിടെ മറ്റൊരു ഇറാഷണൽ നമ്പർ ഉണ്ട്. ഈ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയിലും ഇൻഫൈനൈറ്റ്ലി മെനി റാഷണൽസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും റാഷണൽ നമ്പറിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ലിമിറ്റ് പോയിൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവണം ഒരു നമ്പറെങ്കിൽ ആ നമ്പറിൻ്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുമ്പം അവിടെ ആ സെറ്റിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മളൊരു ഇറാഷണൽ നമ്പറിൻ്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താലും അവിടെയും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു റാഷണൽ നമ്പറിൻ്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താലും അവിടെയും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏതൊരു ഇറാഷണൽ നമ്പറും
ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അപ്പം ക്യൂ പ്രൈം ഡിറൈവ്ഡ് സെറ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽസും വരും, സെറ്റ് ഓഫ് ഓൾ റാഷണൽസും വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ക്യൂ പ്രൈം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ആർ ആണ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം. സെറ്റ് ഓഫ് ഓൾ 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. സെറ്റ് ഓഫ് ഓൾ 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എന്താണ്. നമ്മളിതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ഒരുപാട് തവണ പറഞ്ഞതാണല്ലേ. സെറ്റ് ഓഫ് ഓൾ 1/n സച്ച് ദാറ്റ് ഇതിന് ഒറ്റ ലിമിറ്റ് പോയിൻ്റേ ഉള്ളൂ. അതേതാണ്, റെസിസ്റ്റൻസ് ടു 0. 0 ആണ് ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അല്ലേ. ഇതിന് ഒറ്റ ലിമിറ്റ് പോയിൻ്റേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ 0 മാത്രം എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റ് ആവുന്നത്, മറ്റൊന്നും ലിമിറ്റ് പോയിൻ്റ് ആവാത്തതെന്നറിയോ? 0യുടെ നെയ്ബർഹുഡ് എടുത്താൽ മാത്രമാണ് ഇതിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവാം. ഇവിടെ നമ്മൾ 0 എന്ന് പറയുന്നതാണ് 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n-ൻ്റെ ലിമിറ്റ് പോയിൻ്റ്. എന്തുകൊണ്ടാണ് 0 എന്ന് പറയുന്നത് മാത്രമേ ലിമിറ്റ് പോയിൻ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞത്? വേറൊരു എലമെൻറ്റെങ്കിലും ലിമിറ്റ് പോയിൻ്റ് ആവുമോ? അതെന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം സെറ്റ് പോകുന്നത് 1, 1/2, 1/3 എന്നിങ്ങനെ പോയി 0-ലെത്തും അല്ലേ. ഇപ്പോൾ 0യുടെ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് കിട്ടും. 1/n ഫോമിലുള്ള ഒരുപാട് എലമെൻറ്റ് ഈ 0യുടെ ഈ നെയ്ബർഹുഡിൽ ഉണ്ടാവും. സോ നമുക്ക് പറയാം 0 എന്ന് പറയുന്നത് ഓൺലി ഒറ്റൊരു നെയ്ബർഹുഡേ ഉള്ളൂ, ഒറ്റൊരു ലിമിറ്റ് പോയിൻ്റേ ഉള്ളൂ ഇതിന്. അത് ഈ സെറ്റിൽ ഇൻക്ലൂഡഡ് ആണോ? ആ സെറ്റിൽ ഇല്ല, വിച്ച് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ സെറ്റ്. നമുക്കിവിടെ പറയുന്ന ഒരു കാര്യം, ഇതിന് ഞാനൊരു പേര് കൊടുക്കുന്നുണ്ട്, എ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് പറയാം എ ഹാസ് ഓൺലി 1 ലിമിറ്റ് പോയിൻ്റ്, 0 അല്ലേ, വിച്ച് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ എക്സാമ്പിൾ i ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു ലിമിറ്റ് പോയിൻ്റ് ആണ് അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു ലിമിറ്റ് പോയിൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ എയുടെ ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എയുടെ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, എ പ്ലസ് എപ്സിലൺ. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിലും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇവിടെ ഉണ്ടാവില്ലേ, ഈ സെറ്റിൽ തന്നെ എലമെൻറ്റ് ഇതിലുണ്ടാവില്ലേ, അതുപോലെ തന്നെ ബിയുടെയും കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയുന്നത് i പ്രൈം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, i തന്നെയാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് i ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ഇവിടെ ഈ ഐയിലെ ഈ ഇൻ്റർവെല്ലിലെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ്. എവറി പോയിൻ്റ് ഓഫ് i ഈസ് ഇറ്റ്സ് ലിമിറ്റ് പോയിൻ്റ്. ഇനി നമുക്കറിയാം a, b എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഇല്ലാത്തതാണല്ലേ. പക്ഷേ എയുടെയും ബിയുടെയും ഒരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിലുണ്ടാവും. സോ നമുക്ക് പറയാം ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ഡിറൈവ്ഡ് സെറ്റ്, ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ആരൊക്കെ വരും? ക്ലോസ്ഡ് എ ബി എന്ന് വരും. അതായത് ഏതൊരു പോയിൻറ്റും ലിമിറ്റ് പോയിൻ്റ് ആണ്, അതുപോലെ ഈ എൻ പോയിൻറ്റും എന്ത് തന്നെയാണ്, ലിമിറ്റ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എടുക്കുമ്പം ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ എല്ലാ പോയിൻറ്റും വരും, പിന്നെ എൻ പോയിൻറ്റ്സും വരും. സോ നമുക്ക് പറയാം ഡിറൈവ്ഡ് സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡിറൈവ്ഡ് സെറ്റ് എഴുതി നോക്കാനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ക്ലോസ്ഡ് 0 ഓപ്പൺ 1 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്താ വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ സെറ്റിൽ ഡിറൈവ്ഡ് സെറ്റ് എടുക്കുമ്പം ഈ 1 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ക്ലോസ്ഡ് 0 ക്ലോസ്ഡ് 1 എന്ന് എഴുതാം. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എക്സ് ബിലോങ്സ് ടു ക്യൂ
ഈക്വൽ ടു, ആ സെറ്റിന് പേര് കൊടുത്തിട്ടുണ്ട് ടീന്ന്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ടി പ്രൈം ഈക്വൽ ടു, നമ്മൾ പറഞ്ഞു റാഷണൽ നമ്പർ ആകുമ്പം എവരി റാഷണൽ നമ്പറും എവരി ഇറാഷണൽ നമ്പറും അല്ലേ റാഷണൽ നമ്പറിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 0 < x < 1 ആയിരിക്കണം, അതിലുള്ള ക്യൂവിലെ എലമെൻറ്റും ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇവിടെ നമുക്ക് 0 < x < 1. കാരണം എന്താ, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിറൈവ്ഡ് സെറ്റിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം വെർ എക്സ് ബിലോങ്സ് ടു ആർ. അതായത് നമുക്ക് പറയാം ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ആണ് അതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയാം. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ 1 -1 1.5 -1.5 അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അടുത്ത എലമെൻറ്റ് 1 1/3 -1 1/3 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഒന്നുകിൽ 1 + 1/n -1 + 1/n പോണതേ. അപ്പോൾ ഈ സെറ്റിനെ നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ 1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇനി 1.5 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരും 1.5. പിന്നെ നമുക്ക് എടുത്തിരിക്കുന്നത് -1.5 ഇവിടെ വരും. പിന്നെ 1 1/3 അതിവിടെ വരും, 1 -1 1/3 ഇങ്ങനെ വരും. ഇങ്ങനെ പോയി. അതായത് ഈ സെറ്റ് ഒന്നുകിൽ 1 + 1/n ആയിരിക്കും, അല്ലെങ്കിൽ -1 + 1/n ആയിരിക്കും അല്ലേ. ഈ സെറ്റ് ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ഇത് എങ്ങോട്ടാണ് പോവാം, 1ലേക്ക് പോവും. ഇത് എങ്ങോട്ടാണ് പോവാം, -1ലേക്ക് പോവും. സോ ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, 1ഉം -1ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എസ് പ്രൈം എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് 1ഉം -1ഉം ഇത് രണ്ടുമാണ്. അതായത് 1ൻ്റെയും -1ൻ്റെയും ഒരു നെയ്ബോർഡ് എടുത്ത് കഴിയുന്ന ശേഷമാണ് ഈ സെറ്റിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അവിടെ ഉണ്ടാവും. സോ 1ഉം -1ഉം ആണ് ഇവിടുത്തെ ഡിറൈവ്ഡ് സെറ്റ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിൻറ്റിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ്സ് ആയി. ഇവിടെ കണ്ടോ, ഈ നമ്മൾ 1/n പറയുന്ന കേസിൽ അവിടെ യുണീക്ക് ലിമിറ്റ് പോയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലൊക്കെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻറ്റ്സ് ഉണ്ടായി. ഇവിടെ കണ്ടോ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ലിമിറ്റ് പോയിൻ്റ് ഉണ്ടായി. ഇനി അടുത്തത് നമുക്ക് നോക്കാം, 1 + 1/n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. ഇതെന്താ പറഞ്ഞത്, ഇത് എങ്ങോട്ടേക്ക് അറ്റൻഡ് ചെയ്യുന്നത്, 1 + 1/n എന്ന് പറഞ്ഞാൽ 1 + 1/n goes to 0 അല്ലേ, ഇപ്പോൾ 1ലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിറൈവ്ഡ് സെറ്റ് എന്താ വരിക, ഞാൻ ഈ സെറ്റിന് എ എന്ന് പേര് കൊടുത്താൽ ഡിറൈവ്ഡ് സെറ്റ് ഓഫ് എ ഈക്വൽ ടു എന്താ വരിക, സിംഗിൾട്ടൺ സെറ്റ് 1 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, 1/m + 1/n സച്ച് ദാറ്റ് m ബിലോങ്സ് ടു n, n ബിലോങ്സ് ടു n. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/m + 1/n എന്ന് പറയുന്ന സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറയുക, നമുക്ക് അത് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.